മാന്യ സദസ്സിന് എന്റെ വിനീതമായ നമസ്കാരം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഭിക്ഷക്കാരെ ഇഷ്ടമാണോ? സന്തോഷത്തോടെ ഇരിക്കുന്ന നിങ്ങളുടെ മുഖഭാവം എത്ര പെട്ടെന്നാണ് മാറുന്നത്. ഭിക്ഷക്കാരെന്ന് കേട്ടാൽ പലർക്കും ആർക്കും വെറുപ്പമാണ്. എന്നാൽ ഭിക്ഷക്കാരെയും കുഷ്ഠരോഗികളെ മുടന്തരെയും ചികിടരെയും ഒക്കെ സ്നേഹിച്ചൊരാളുണ്ട്. അതാരാന്നറിയാമോ? മറ്റാരുമല്ല, നമ്മുടെ രക്ഷകനായ യേശുവാണത്. യേശുവിന്റെ സ്നേഹവും അത്ഭുത ശക്തിയും വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരിക്കൽ യേശു എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ ധാരാളം ആൾക്കാർ യേശുവിന് ചുറ്റും കൂടി. അപ്പോൾ തിമായുടെ മകനായ ബർത്തിമായി വരിയരികിൽ നിന്ന് നിലവിളിച്ചു, ചേട്ടാ, ചേച്ചി, കണ്ണ് കാണാത്തവനാണ്, വല്ലതും തരണേ. ഇതോടെ ചിലർ അവൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. ചിലർ കേട്ടെന്നേ നടിക്കത്തില്ല. ബർത്തിമായി ഇങ്ങനെ ഭിക്ഷ വെച്ചോണ്ടിരിക്കുമ്പോ നസ്രായനായ യേശു ആ വഴിയിൽ വരുന്നുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടു. എന്താ, യേശു രോഗികളെ സൗഖ്യമാക്കുന്ന ആളാണോ? തീർച്ചയായും തന്നെ സൗഖ്യമാക്കും എന്ന് ഉറച്ചവൻ നിലവിളിച്ചു. ദാവീദ് പുത്രാ, യേശുവേ, എന്നോട് കരുണ ചെയ്യണമേ. ഇതോടെ ചിലർ അനുശാസിച്ചു, മിണ്ടാതിരിക്കടാ. അപ്പോൾ അവൻ മുമ്പേനേക്കാൾ ഉറക്കെ നിലവിളിച്ചു, ദാവീദ് പുത്രാ, യേശുവേ, എന്നോട് കരുണ ചെയ്യണമേ. ഇപ്പോൾ യേശു ഭർത്യമായ നിലവിളി കേട്ട് മനസ്സറിഞ്ഞ് അവിടെ നിന്നു. അവൻ മുമ്പേ ശാസിച്ചതിനോട് പറഞ്ഞു, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നാട്ടെ. മുമ്പേ ശാസിച്ചവർ നാണിച്ചു ചെന്ന് അവനോട് പറഞ്ഞു, ദേ, യേശുവിനെ വിളിക്കുന്നു. എന്താ, യേശു എന്നെ വിളിക്കുന്നു? ഭർത്യമായ സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി. അവൻ തന്റെ പുതപ്പെല്ലാം മെറിഞ്ഞ് ചാടി എഴുന്നേറ്റ് തപ്പിത്തടഞ്ഞ് യേശുവിന്റെ അടുക്കൽ ചെന്നു. യേശു അവനോട്, മകനെ, ഞാൻ നിനക്ക് എന്ത് നൽകണം? നമ്മളെ വല്ലതുമായിരുന്നെങ്കിൽ കാറോ മിഠായിയോ ഐസ്ക്രീമോ എല്ലാം ചോദിച്ചിരുന്നേ. എന്നാൽ നമ്മുടെ ഭർത്തമാൻ ഇതൊന്നും ചോദിച്ചില്ല. റബ്ബീ, നീ എനിക്ക് കാഴ്ച തരണമേ. യേശു മനസ്സറിഞ്ഞ് പറഞ്ഞു, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും ഭർത്തമാന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഹായ്, എന്ത് മനോഹരമായിരിക്കുന്നു, എനിക്കിപ്പോ എല്ലാം കാണാം. സൗഖ്യം പ്രാപിച്ച ഭർത്തമാൻ തുള്ളി ചാടി കൂട്ടുകാരടുത്തോ വീട്ടിലേക്കോ ഒന്നും പോയില്ല. പിന്നെയോ നന്ദിയോടെ യേശുവിനെ അനുഗമിച്ചു. പ്രിയ കൂട്ടുകാരൻ, നോക്കുക, യേശുവിന്റെ ജീവിതത്തിൽ എത്ര എത്ര നന്മകൾ ചെയ്തിരിക്കുന്നു. സൗഖ്യം പ്രാപിച്ച ഭർത്തമാൻ നന്ദിയോടെ യേശുവിനെ അനുഗമിച്ചു. അതുപോലെ നമുക്കും യേശുവിനെ അനുഗമിക്കാം. എന്നാൽ തീർച്ചയായും നമ്മെ യേശു അനുഗ്രഹിക്കും. നന്ദി, നമസ്കാരം.